അച്ഛനും അമ്മയായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കണ്ടുവളർന്ന കുട്ടികൾ പിന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഡിവോഴ്സിലേക്ക് കടന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിനകത്ത് ഈ ചോദ്യത്തിനകത്ത് രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന്, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾ പൊതുവെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ മടിക്കുകയാണ്. കലോലിച്ച് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതം ഞങ്ങൾ കണ്ടു, അതിപ്പോൾ എവിടം വരെ ഉണ്ടെന്നുള്ള ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതേപോലത്തെ ഒരു ജീവിതമാണ് ഞങ്ങൾ ഇനി കടക്കാൻ പോകുന്നതെങ്കിൽ വേണ്ട, ഞങ്ങൾ സിംഗിളായിട്ട് നിന്നോളാം. ഇങ്ങനത്തെ രീതിയിലേക്കൊരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കൺസൾട്ടേഷനിലേക്ക് വരുന്ന കുട്ടികളിൽ നിന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫാമിലി സെമിനാർസോ അല്ലെങ്കിൽ യൂത്ത് ഫ്രണ്ട്ലിയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ക്യാമ്പസുകളിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോഴും അവർ പറയാറുള്ളത്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും തമ്മിൽ അവർ കല്യാണം കഴിച്ച് അവർ ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഒരു കാര്യം സോൾവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടു വളരുന്നൊരു ഫാമിലി മോഡൽ ഇതാണ്, അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് അതിൻ്റെ ഒരു പലപ്പോഴും ഒരു ചിന്തകൾ വരിക. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഈ അച്ഛൻ്റെ അമ്മയുടെ വഴക്കുകൾ കണ്ടിട്ട് വിവാഹ ജീവിതത്തിലേക്ക് വന്നവരുടെ ജീവിതത്തിൽ ഡിവോഴ്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമായിട്ട് വേണമെങ്കിൽ ഇത് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ അവർ സോൾവ് ചെയ്യുന്നത് പലപ്പോഴും ഇവർ കാണുന്നില്ല. വഴക്കുകൾ ഇങ്ങനെ പോകുന്നു, മിണ്ടാതിരിക്കുന്നു, 2 വർഷമായിട്ട് മിണ്ടാത്ത ഫാമിലീസൊക്കെ ഉണ്ട്, അതിൽ കൂടുതലുള്ള കേസുകളൊക്കെ ഉണ്ടാവും. പലപ്പോഴും ഇവർ തമ്മിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ആശയ പ്രശ്നങ്ങളൊക്കെ അതിലൂടെയാണ് ഈ കുട്ടികൾ വളർന്നു വന്നത് തന്നെ. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ഇവർക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴും ഇവരെ അറിഞ്ഞോ അറിയാതെ ഈ പാറ്റേണിലേക്ക് പോയി വീഴുകയാണ്. കാരണം ഇവർക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. കാരണം ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് പറയാൻ പറ്റില്ല, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുമില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹസ്ബൻഡും വൈഫും അതിന്മേൽ സംസാരിച്ച് അത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തി കാണുന്ന കുട്ടികൾക്ക് അവർ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായാൽ അത് സംസാരിക്കാനും അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു അനുരഞ്ജന ചർച്ചകൾ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് എന്താണോ സൊല്യൂഷൻ വേണ്ടത് അതിനെ ആ രീതിയിൽ സംസാരിക്കാനും അതിനനുസരിച്ച് അവരുടെ ലൈഫിനെ ഏറ്റവും ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇത് കാണാത്ത ഒരാൾക്ക് സംബന്ധിച്ച് അവർ നോക്കുമ്പോഴേക്കും എനിക്ക് പറ്റില്ല, വേണ്ട, ഞാൻ നിർത്തുവാണ്, ഞാൻ മടുത്തു, നീ നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ അടുത്ത കാലത്തെ കേസുകളിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ സത്യമാണ്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസുള്ള കുട്ടികളുടെ മാനസിക വളർച്ചയെ ഈ ഒരു തകർന്ന ബന്ധം എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? ഇത് വളരെയധികം നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ഫേസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ 1 2 ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈ പേരൻസിന് പല കാരണങ്ങളാലും അവർ ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലാത്തൊരു സ്റ്റേജ് വരും. അതിലും ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്ത സ്റ്റേജ് വരുന്നതിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇവർ പിരിയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ശരിയായ രീതിയിലൊരു ഫാമിലി കൗൺസിലിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ഫാമിലി കൗൺസിലിങ്ങിലൂടെ ഫാമിലി തെറാപ്പിയിലൂടെ കടന്നുപോയി അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് നമുക്ക് സത്യത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ചിലർ ഇതിന് ശ്രമിക്കില്ല, അവരുടനെ ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്കൊക്കെയാണ് പോവുക. പ്രശ്നങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പരിഹാരമില്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്നൊരു കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവർ നേരെ ലീഗൽ സിസ്റ്റത്തിൽ വന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇത് ബാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് അച്ഛനും വേണം അമ്മയും വേണം. അച്ഛനില്ലാത്ത അമ്മയുടെ കൂടെ മാത്രമുള്ള ജീവിതമോ അമ്മയില്ലാതെ അച്ഛൻ്റെ കൂടെ മാത്രമുള്ള ജീവിതമോ അവർ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മുഴുവനും കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ സെപ്പറേറ്റഡ് ആകുമ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഇവർക്ക് അച്ഛനെ കാണണം, അതിനിടയ്ക്ക് അച്ഛനെക്കുറിച്ച് അമ്മ ചിലപ്പോൾ മോശം പറഞ്ഞിട്ടുണ്ടാവും കുട്ടിയോട്, അച്ഛൻ ചിലപ്പോൾ തിരിച്ച് അമ്മയെക്കുറിച്ച് മോശം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് പെട്ടുപോകുന്ന കുട്ടികളുടെ മാനസികാരോഗ്യം ഡെഫിനറ്റായിട്ടും ബാധിക്കും. അവർക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സെൽഫിലേക്ക് വരും. സ്നേഹം കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും മത്സരത്തിൻ്റെ പുറത്താണ് സ്നേഹം കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാലക്രമത്തിൽ ഇവർക്ക് രണ്ടുപേരോടും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇവർ മറ്റ് ചില ബന്ധങ്ങളിലേക്കോ ഡ്രഗ്സിലേക്കോ അല്ലെങ്കിൽ പലപ്പോഴും വഴിതെറ്റി പോകുന്ന തലത്തിലേക്കൊക്കെ പോകുന്നു നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നുണ്ട്. ഇവരുടെ ഒരു മാനസികാരോഗ്യം അല്ലെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാക്കേണ്ട ഒരു തലത്തിൽ തന്നെയാണ് നിൽക്കുക. പ്രത്യേകിച്ചും പെട്ടെന്ന് ഡൗൺ ആവുക അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജിൽ മൈൻഡിനെ വെക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് പോകുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സ് പലപ്പോഴും കാണുന്നു. ട്രസ്റ്റ് ആരിലും തന്നെ അവർക്ക് പുലർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നത് തന്നെയാണ് ഉത്തരം. പരിഹരിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ ഡിവോഴ്സിലേക്ക്
പോകേണ്ട സാഹചര്യം ഉണ്ടായി എങ്കിൽ തന്നെ രണ്ടുപേരും അച്ഛനും അമ്മയും ഈ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യത്തെ ഫോക്കസ് ചെയ്ത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ബെറ്റർ ആക്കുകയും കുട്ടിക്ക് വേണ്ട ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടുകൾ, പേഴ്സണലായിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് ഈവൻ കുട്ടിയുടെ കൂടെയുള്ള സമയത്തെങ്കിലും ഇവന് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ബിഹേവിയറും അവൻ്റെ സാന്നിധ്യത്തിൽ തർക്ക വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പോകുന്ന തരത്തിലേക്കൊക്കെ വരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ബെറ്ററാണ്. അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ട്. അവർ ലീഗലി സെപ്പറേറ്റഡ് ആണ്, പക്ഷെ കുട്ടിയുടെ കാര്യം വരുമ്പോഴേക്കും അവർ വളരെ ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുക. കുഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കാര്യത്തിൽ അല്ല അവളുടെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാം സെറ്റാണ്. ഈ രീതിയിൽ ഫീൽ ചെയ്യപ്പെടുന്ന ഒരു തലം. ഇത്തരത്തിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് നല്ലൊരു ബന്ധം ഇനി തുടരണം എന്ന് ഉള്ളൊരു ആഗ്രഹം വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും സാധിക്കുക? ഹെൽത്തി റിലേഷൻഷിപ്സ് കാണാതെ വളർന്നു വന്ന ഒരു കുട്ടി യുവാവായി യുവതിയായി വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു. ആൾക്ക് എൻ്റെ വിവാഹ ജീവിതം എനിക്ക് എൻ്റെ പേരൻസിനെ പോലെ ആക്കണ്ട, എനിക്ക് അങ്ങനെ ഒരു അമ്മയെ ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരു അച്ഛനും അച്ഛനെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാത്ത അമ്മയും അല്ലെ ആ ഒരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു തിരിച്ചറിവാണ്. അത് സെൽഫ് അവെയർനെസ്സിലൂടെ വരുന്നൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിന് പ്രോപ്പറായ ഗൈഡൻസോ സപ്പോർട്ടോ അവരുടെ പ്രായത്തിനനുസൃതമായ രീതിയിൽ അന്ന് ഒരു കെയറോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ കിട്ടാത്തതുകൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്, അതിൻ്റെ പേരിൽ എൻ്റെ ലൈഫ് ഞാൻ കളയേണ്ടതില്ല. അപ്പോൾ എനിക്കെങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും, അതിന് വേണ്ട രീതിയിലേക്ക് വായനയിലൂടെയും പഠനത്തിലൂടെയും ഒരുപാട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഹാപ്പിയസ്റ്റ് ഫാമിലീസിൻ്റെ എണ്ണം സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. പ്രോബ്ലം ഉള്ള ഫാമിലീസിൻ്റെ കാര്യങ്ങളെ ന്യൂസ് പേപ്പറിൽ വരുള്ളൂ അല്ലെങ്കിൽ ചാനലിലൊക്കെ വരുള്ളൂ. ഹാപ്പിയായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ആരും പ്രത്യേകിച്ചൊരു എപ്പിസോഡൊന്നും എടുക്കില്ല. അതുകൊണ്ട് ചുറ്റുമുള്ള ഒരുപാട് ഫാമിലീസിനകത്ത് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മോഡൽസൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതം നന്നായിട്ടാണ് പോകുന്നത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുക. പക്ഷെ ഒരുപാട് ബുക്സിലൂടെയും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഷെയറിങ്ങിലൂടെയൊക്കെ നമുക്ക് ഈ അറിവ് സമ്പാദിക്കാൻ പറ്റും. അക്കൂടത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ പേരൻസിൽ നിന്ന് പഠിച്ച നമുക്ക് വേണ്ടാത്ത പല ഘടകങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് കൗൺസിലിങ്ങുകളും സൈക്കോതെറാപ്പികളൊക്കെ വഴിയായിട്ട് അതുപോലെ തന്നെ പേഴ്സണൽ കോച്ചിങ്ങും വിവാഹ ഒരുക്ക സെമിനാറുകളും വിവാഹ ഒരുക്ക പരിശീലനം, പ്രീ മാരിറ്റൽ ഗ്രൂമിങ്, പ്രീ മാരിറ്റൽ കോച്ചിങ് എന്നൊക്കെ പറയും. ഇത്തരത്തിൽ ഉള്ള പരിശീലനങ്ങളുടെ വിവാഹത്തിലേക്ക് നല്ല രീതിയിൽ മാനസികമായി ഒരുക്കിയിട്ട് വേണം ഇവർ വിവാഹ ജീവിതത്തിലേക്ക് വരാൻ. ഇനി വിവാഹ ജീവിതത്തിലേക്ക് വന്ന് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും എൻ്റെ പേരൻസിൻ്റെ പാറ്റേൺ എന്നെ ബാധിക്കുന്നുണ്ട്, അവരുടെ ചില പാറ്റേണുകളിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ എൻ്റെ വൈഫിനോട് പെരുമാറുന്നത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവരും ഒരു പോസ്റ്റ് മാരിറ്റൽ കൺസൾട്ടേഷൻ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നല്ലൊരു ബെഡ്റൂം റിലേഷൻഷിപ്പ് പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സോഷ്യൽ കണക്ഷൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഇപ്പം പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നൊരു കാര്യം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, ഒരു രീതിയിൽ എനിക്ക് ആളോട് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പല പാറ്റേൺസ് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ട് ആ തോട്ട് പ്രോസസ്സിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയുള്ളൊരു തെറപ്യൂട്ടിക്കൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ബാക്കപ്പിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ഇത്തരത്തിൽ ആവർത്തിക്കുന്ന പാറ്റേണുകൾ നമുക്ക് പൂർണ്ണമായിട്ട് തകർക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ലിവിങ് ഉണ്ടാവില്ലേ? നമ്മളൊരു നെഗറ്റീവ് പാറ്റേണിലൂടെയാണ് പോകുന്നതെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്ന എപ്പോഴും മറ്റു പല ആളുകളുടെ കമൻസ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നീ പോകുന്ന പോക്ക് ശരിയല്ലോട്ടോ, നിൻ്റെ ഈ ചിന്താഗതി ശരിയല്ലോട്ടോ, നീ സംസാരിക്കുന്ന രീതി ശരിയല്ല, ഈ ടോൺ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ സംസാരിക്കുന്ന അതേ ടോണിലാണ്, നിൻ്റെ അമ്മ സംസാരിക്കുന്ന അതേ ടോണിലാണ്. അത് മോശമാണെങ്കിൽ മാത്രമാണ്. ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഫാമിലീസിനെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുക. അപ്പോൾ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ലൂപ്പിൽ പെട്ട് കിടക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പാറ്റേണിനെ റിയലൈസ് ചെയ്തിട്ട് നമ്മളതിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളിലൂടെ, അത് ഹസ്ബൻഡിൽ നിന്നായിരിക്കും ആ ഫീഡ്ബാക്ക് കിട്ടുക, വൈഫിൽ നിന്നായിരിക്കും ഫീഡ്ബാക്ക് കിട്ടുക, നീ സൊസൈറ്റിയിൽ നമുക്ക് നമ്മുടെ പലപ്പോഴും ഹസ്ബൻഡ് വൈഫ് നമ്മളുടെ ഇൻട്രാക്ഷൻസ് സൊസൈറ്റിക്ക് അത്ര പിടികിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയാണ്, ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ല ഞാൻ ഇങ്ങനെ പെരുമാറി, അല്ല വൈഫിനോട് ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ മിണ്ടുന്നില്ല കുറേ നാളത്തേക്ക് എന്നൊരു വരുമ്പോഴത്തേക്ക് സൊസൈറ്റിക്ക് പറയാം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സൂയിസൈഡലാണ്, ശരിയല്ല, ഈ അപ്രോച്ച് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മാറ്റർ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്ത് എൻ്റെ ശൈലികളിൽ മാറ്റം വരുത്തി എനിക്കൊരു സന്തോഷകരമായ കുടുംബജീവിതം എൻ്റെ റൈറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് വരാനായിട്ട് തയ്യാറായാൽ തീർച്ചയായിട്ടും അവർക്ക് മാറാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള മെത്തേഡുകൾ സൈക്കോളജിയിലുള്ളത്. നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നത് സ്വാധീനിക്കുന്നതൊക്കെ മനസ്സിലാക്കി ആ പാറ്റേണുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടി നമ്മളുടെ തന്നെ
നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സുകളെയും നമുക്ക് പല കാര്യങ്ങളോടുള്ള നെഗറ്റീവായിട്ടുള്ള പെർസെപ്ഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെ ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഈ തെറാപ്പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂമിങ് വ്യക്തികളെ സഹായിക്കും. ഏത് പാറ്റേണിനെയും നമുക്ക് മാറ്റാൻ പറ്റും. ചിലതിൽ വേണ്ടത് ആ പാറ്റേണുകളെ, അതായത് ഒരു ലേണിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. ലേണിംഗ് ആണ് എല്ലാം ലേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം പഠനമാണ്, എല്ലാം പഠിച്ചു കിടക്കുകയാണ്. ഇതിനെ നമുക്ക്, ഈ ലേണിങ്ങിനെ നമുക്ക് ആദ്യമായിട്ട് അൺലേൺ ചെയ്യാൻ പറ്റണം. ഈ അൺലേൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ബിഹേവിയേഴ്സിനെല്ലാം നമുക്ക് റീലേൺ ചെയ്ത് എക്സാക്ട്ലി കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് സൈക്കോളജി അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു പാറ്റേണിലേക്ക് പോകുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി നമുക്ക് ഒട്ടനവധി ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ധാരണയുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും പോകുന്നതേ ഉള്ളൂ. ഹെൽപ്പ് എടുക്കുന്നുണ്ടോ, പാറ്റേൺ മാറ്റാനായിട്ട് എഫോർട്ട് ഇടുന്നുണ്ടോ, അവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ബാക്കി നമുക്ക് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അറിവിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് എടുത്ത് നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മാറ്റം സാധ്യമാണ്. ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന പെരുമാറ്റപരമായിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ള രീതികൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ പാരമ്പര്യ രോഗങ്ങൾ എന്നുള്ളത് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് പാരമ്പര്യമായി കിട്ടുന്ന ചില സ്വഭാവ രീതികൾ. കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചുമാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. ലേണിംഗ് ആണല്ലോ എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറ്റിക് ലെവലിലും നമുക്ക് പല കാര്യങ്ങൾ കൈമാറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ DNA ലെവലിലേക്ക് കൈമാറ്റപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛൻ്റെ രീതികൾ, അമ്മയുടെ രീതികൾ, അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വരുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നേച്ചർ നർച്ചർ എന്നൊക്കെ പറഞ്ഞ് മനഃശാസ്ത്രത്തിൽ തിയറികളുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെങ്ങനെ വളർത്തപ്പെടുന്നു, നമ്മളെങ്ങനെ പരിശീലിക്കപ്പെടുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ആ നേച്ചർ, അപ്പോൾ ഇവർ അച്ഛനെപ്പോലെ തന്നെ അമ്മയെപ്പോലെ തന്നെയുള്ള ചില പാറ്റേണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, മോശമായ പാറ്റേണുകളാണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാനുള്ള രീതി നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഫീഡ്ബാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാരമ്പര്യ ഘടകങ്ങൾ, ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന തലങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കും. DNA പ്രാധാന്യം നമ്മൾ ഒരുപാട് തലങ്ങളിൽ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നവരും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി, അവർ കുഞ്ഞിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാറ്റേണിൻ്റെ ബിഹേവിയറിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവരുടെ മാറിയ വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വ്യത്യസ്തമായ പഠനങ്ങളുണ്ട്, അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ. പക്ഷേ എന്നാൽ പോലും നമുക്ക് നമ്മുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ജനറ്റിക് ആസ്പെക്ട്സിൽ വരുന്ന ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില പാറ്റേണുകളെയും നമുക്ക് മോഡിഫൈ ചെയ്ത് അതിനെ ബെറ്ററാക്കി, നമ്മുടെ പെരുമാറ്റത്തെ ബെറ്ററാക്കി, നമ്മുടെ ജീവിതത്തെ കളർഫുള്ളാക്കി മാറ്റാൻ പറ്റും എന്നതും യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തി അയാളുടെ മാതാപിതാക്കളുടെ പാറ്റേൺ ആവർത്തിക്കുന്നതായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് അവരെന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങളൊക്കെ കാണിക്കും? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല, അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതങ്ങനെ നമ്മൾ പ്രയോഗം വരാൻ കാരണം എന്താണ്? ഇത് അവൻ്റെ അച്ഛൻ തന്നെയാണ്. നോക്കി അതേ സ്വഭാവം, രാവിലെ എണീറ്റ് വന്നാൽ കിടക്ക വിരിക്കാതെ അങ്ങനെ തന്നെ പോരുന്നു. ഇപ്പോൾ ചായ കുടിച്ച ഗ്ലാസ് അതേപടി വെക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ലക്ഷ്യമായിട്ട് വാരി വലിച്ചിടുന്നു. ഇതൊക്കെ പലതും നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞ സൈക്കോളജി തന്നെയുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു, പാറ്റേണുകൾ അങ്ങനെ പഠിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം ആയിരിക്കില്ല വേറൊരു വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം. അപ്പോൾ ചില ആൾക്കാർ ലേറ്റായിട്ട് കിടക്കുന്ന ആൾക്കാരാണ്, വേറെ ചില ആൾക്കാർ 8:30, 9 മണിക്ക് കിടന്നിട്ട് രാവിലെ നേരത്തെ എണീക്കുന്നതാണ്. ഈ പാറ്റേണുകൾ എങ്ങനെയാണ് നമ്മളുടെ സ്വഭാവത്തിലേക്ക് വരുന്നത്? നമ്മളങ്ങനെ പരിശീലിക്കപ്പെടുന്നതുകൊണ്ടാണ്. എല്ലാം കണ്ടീഷനിങ് ആണ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ തിയറികളൊക്കെ ഉണ്ട്. കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യപ്പെടുന്നു, നമ്മൾ ഏത് രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെയധികം കൃത്യമാണ്. അത് മനഃശാസ്ത്രം കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണ്ടീഷൻസിനെ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മളൊരു ലേണിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ കാര്യത്തിൽ അൺലേൺ ചെയ്യുന്നതും റീലേൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ പല പാറ്റേണുകളും, അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയിലെ ചില പ്രത്യേകതകൾ, ചിലപ്പോൾ എടുത്തടിച്ച പോലുള്ള സംസാരങ്ങൾ മുതൽ അവരുടെ പല പാറ്റേണുകളും മക്കൾക്ക് തന്നെ ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയല്ലല്ലോ വേണ്ടതെന്ന് തോന്നുമ്പോൾ അവരത് പേഴ്സണലി നോട്ട് ചെയ്യുകയും അവരുടെ സംസാരത്തെയും പെരുമാറ്റത്തെയും മാറ്റാനുള്ള ഒരു പേഴ്സണലായിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ അവർക്ക് അവരുടെ പേരൻസിന് ഇഷ്ടമല്ലാത്ത ചില പാറ്റേണുകളെ പൂർണ്ണമായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനും പറ്റും. പലപ്പോഴും ഫീഡ്ബാക്കുകൾ വഴിയാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ രീതികൾ നമ്മൾ തുടരുന്ന നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അതൊരു അൺകോൺഷ്യസ് ആയിട്ട് തന്നെ കടന്നു പോവുകയാണ്, നമ്മൾ പോലും അറിയാത്ത രീതിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യണം, ഓക്കെ ഈ പാറ്റേണുകൾ പോകുന്നുണ്ട്. പലപ്പോഴും പേരൻസിന് ചില ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മക്കളും
ആ ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് പാറ്റേണിലേക്ക് പോകുന്നത് അറിയാൻ പറ്റും. മൊത്തം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അത് അറിഞ്ഞുകൊണ്ടല്ല, അത് അൺകോൺഷ്യസ് ആണ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാൾ യുങ്ങിൻ്റെ ഒക്കെ ചില തിയറികളുണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയും നമ്മുടെ നാട്ടിലെ പലരുടെയും ചുറ്റുമുള്ള പലതിൻ്റെയും രീതികളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർഡായിട്ട് കിടപ്പുണ്ട്. നമ്മൾ പോലും അറിയാതെ ചില പ്രവൃത്തികൾ നമ്മളിലേക്ക് വന്നു പോവുകയാണ്. പക്ഷേ നമ്മളിലേക്ക് കിട്ടുന്ന പല ഫീഡ്ബാക്കുകളിലൂടെയും നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇൻസൈറ്റ് നമ്മളിലേക്ക് ഫോം ചെയ്യപ്പെട്ട് വരുമ്പോൾ ആ ഇൻസൈറ്റിന്, ആ അവബോധത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഉണർവാണ്, യെസ് എനിക്ക് മാറണം, എനിക്ക് ഈ ലൈഫ് വേണ്ട, ഈ ഒരു പാറ്റേൺ വേണ്ട, എനിക്ക് വിജയിക്കണം, സന്തോഷത്തോടെ പോകണം, എല്ലാവരും സ്നേഹത്തിൽ പോകണം, ക്ഷമിക്കാൻ പറ്റണം. അച്ഛനും ഒരിക്കലും ഒരു പെൺകുട്ടി പറഞ്ഞാണ് എനിക്ക് ക്ഷമിക്കാൻ അറിയില്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയും ക്ഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ അത് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് അവരുടെ കുറ്റമല്ല. അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ ഫൊർഗീവ് ചെയ്യുന്ന കണ്ട് വളരുന്ന ഒരു ഫാമിലിയിൽ ഫൊർഗീവ്നെസ്സിൻ്റെ വാല്യൂ ഈ കുട്ടിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് എല്ലാം. തൻ്റെ അച്ഛനെയും അമ്മേനെയും പോലെ ആവരുതെന്നുള്ളൊരു ഭയം പലർക്കുണ്ട്. അപ്പോൾ അത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, അവർ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളിൽ അതെങ്ങനെയായിരിക്കും സ്വാധീനം ചെലുത്തുന്നുണ്ടാവും ആ ഒരു ഭയം? ഇതെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ ഏതെങ്കിലുമൊക്കെ പാറ്റേൺ രീതികൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ശൈലികൾ എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതി പോകാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഓവർ ഫോക്കസ് കൊടുത്തിട്ട് പോകുമ്പോൾ ഇവർ വളരെ ഓവർ കോൺഷ്യസ് ആയിരിക്കും. ഓവർ ഫോക്കസ് എന്നല്ല, ഓവർ കോൺഷ്യസ് ആയിട്ട് വരുമ്പോൾ പല സമയത്ത് ഇപ്പോൾ ചില ബന്ധങ്ങൾ വരുമ്പോഴത്തേക്കും വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ ചില സെലക്ഷനിലേക്കൊക്കെ വരുന്ന നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കൊച്ചു കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് അതിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത് പലപ്പോഴും ഇത്തിരി ഓവറായിട്ടായിരിക്കും. കാരണം വെച്ചാൽ ഇവർക്ക് നിർബന്ധ ബുദ്ധിയുടെ കണക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല എന്ന് വരുമ്പോൾ ഇവർക്ക് തന്നെ സ്ട്രെസ്സും ആൻസൈറ്റീസും പലതരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റീസ് എല്ലാം കയറി വരും. ഇനിയിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ പാർട്ണർ ശരിയാകുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഒരുപക്ഷെ ഇത് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പാറ്റേണിലേക്ക് ഞാനും വന്ന് ചാടുമോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചിന്ത വന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ അത് കൂടി ചിലപ്പോൾ ഡിപ്രസീവ് മൂഡിലേക്കൊക്കെ പോകാവുന്ന കേസുകൾ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓവർ കോൺഷ്യസ് ആവേണ്ട കാര്യങ്ങളില്ല. നമ്മളിതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ചില പാറ്റേൺ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപാട് നന്മകൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ചില കാര്യങ്ങളാണ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, വല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉള്ള ഫാമിലീസ് ഉണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതിൽ മോശമായിരുന്നു. അപ്പോൾ നമുക്ക് വി ആർ ദ വിക്ടിംസ് ഓഫ് ദ വിക്ടിംസ് എന്നാണ് പറയുക. നമ്മൾ വിക്ടിമായി പോകുമ്പോൾ ഇവിടെ പേരൻസിലേക്ക് നോക്കുന്നത് നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ പേരൻറ്റിങ് മൂലം, ഞങ്ങളുടെ പേരൻസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയതെന്ന് പറയും. ആ ബ്ലെയിമിങ് നമ്മൾ പലപ്പോഴും പറയുന്നതിന് പകരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആംഗിളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട പല മോശം കാര്യങ്ങൾ ഒഴിവാക്കാം. ബ്ലെയിമിങ് ഒരു എസ്കേപ്പിംഗ് മെക്കാനിസം ആണോ അവർക്ക്? അങ്ങനത്തെ ഒരു യു ആർ റോങ് എന്നാണ് നമ്മുടെ അടുത്താണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ പറയും ഞാൻ റോങ് ആയത് ഞാൻ കാരണമല്ല, അതെൻ്റെ കുടുംബത്തിൻ്റെ രീതികൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയതാണ്, ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയുന്ന ഒരു രീതി മനുഷ്യർക്കുണ്ട്. പകരം നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഇമോഷണൽ സെൽഫ് അവെയർനെസ്സിലാണ്, ഇമോഷണൽ റെസ്പോൺസിബിലിറ്റിയിലാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ഫാമിലി എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, എനിക്ക് അവരുടെ ചില പാറ്റേണിലേക്ക് പോകേണ്ടതില്ല, രീതികളിലേക്ക് പോകേണ്ടതില്ല, പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് അവരുടെ പേരൻസിനാണ്, അവരെല്ലാം നമ്മൾ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രീതികൾ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും ചില ബേസിക്സ് അപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ബിഹേവിയറൽ സയൻസിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ കോൺഷ്യസ് എഫേർട്ട് വേണം, ഓവർ കോൺഷ്യസ് ആവേണ്ടതില്ല. നമുക്ക് ചെറിയൊരു കൺസേൺ വേണം, പക്ഷേ ഓവർ കൺസേൺ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അവയർനെസ് ആണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അവയർനെസ്സോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ തന്നെ പല കാര്യങ്ങൾക്കും സൊല്യൂഷനായി. സെൽഫ് അവയർനെസ്സിന് ഇതിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലേ? ജീവിതത്തിന് വിജയത്തിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം സെൽഫ് അവയർനെസ് ആണ്. ഇത്തരത്തിൽ നമ്മളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ ഒക്കെ വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് നമ്മൾ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ പേടിച്ചുകൊണ്ടിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ട്? ഈ നമ്മുടെ ചുറ്റുപാടും ഞാൻ പറഞ്ഞല്ലോ, ഒട്ടനവധി ഫാമിലീസ്, മെജോറിറ്റിയും നല്ല രീതിയിലുള്ള ഹാപ്പി ഫാമിലി ലൈഫ് തന്നെയാണ് നയിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ കണക്റ്റഡ് ആയി നിൽക്കുന്ന കുറേയധികം ആളുകൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം, പേരൻസിൻ്റെ ആയിരിക്കാം, സഹോദരങ്ങളുടെ ആയിരിക്കാം, ചില ബന്ധുജനങ്ങളുടെ ആയിരിക്കാം, എല്ലാം കൂടെ ഒരു വീട്ടിൽ വരണം നിർബന്ധമില്ല കേട്ടോ. പലരുടെയും കാണുമ്പോഴേക്കും അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് 3-4 സാമ്പിളുകൾ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതമെങ്കിൽ
ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ച് സിംഗിൾ ലൈഫിലേക്ക് പോകുന്ന ഒരു പ്രിജുഡൈസ്ഡ് ആയിട്ട് സിംഗിൾ ലൈഫിലേക്ക് പോകുന്നൊരു ട്രെൻഡ് ചിലർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെ വന്ന് കയറിപ്പുണ്ട്. അത് നല്ലൊരു അപകടം പിടിച്ചൊരു പരിപാടി തന്നെയാണ്. നമുക്ക് ഈ പാറ്റേണുകളിൽ നിന്നും ലേൺ ചെയ്യുക എന്നുള്ളതാണ് വരിക. അവിടെ ഉണ്ടായ എന്താണ് റിയൽ പ്രോബ്ലം നോക്കിയിട്ട് ഒരു വീട്ടിലുണ്ടായ പ്രശ്നം ആവണമെന്നില്ല വേറെ സ്ഥലത്തുണ്ടായത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ലേൺ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പല രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാനുള്ള ഫുൾ റൈറ്റ് നമുക്കാണ്, റെസ്പോൺസിബിലിറ്റീസും നമുക്കാണ്. ഇതൊക്കെ പലരുടെ ജീവിതത്തിലും പല ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവരെല്ലാം കണ്ടിട്ട് ഓക്കെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് അവർ ഒരു ഘട്ടത്തിൽ ഇവരെ കാണുന്നത്, നമ്മുടെ റിലേറ്റീവ്സിലാരെയോ. അവരോട് ഞങ്ങളുടെ ഇടയിൽ കുറേ പ്രശ്നമുണ്ടായി, ഞങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു കേട്ടോ എന്ന് പോകുമ്പോൾ 10-15 വർഷമായിട്ട് നമ്മൾ ഇവരെ ഒബ്സർവ് ചെയ്തിട്ട് ഇവരുടെ ജീവിതം മോശമായി കിടക്കുന്നതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് തീരുമാനിച്ച ആൾക്ക് പിന്നെ കല്യാണം പ്രായം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചതിയാണ് കേട്ടോ കാണിച്ചത് നമ്മൾ കമൻറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. ഞാനൊരു സാങ്കല്പികമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യ തരത്തിലുള്ളൊരു സാഹചര്യമാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവാം. മനുഷ്യരാണ്, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, മാൻ ഈസ് ആൻ ഇമോഷണൽ ആനിമൽ ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മുടെ പാറ്റേണുകൾ, ചില നമ്മൾ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ചില നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ട്, അതെല്ലാം മാറ്റിയിട്ട് പോസിറ്റീവ് പാറ്റേണുകൾ നിറച്ച് നല്ല സ്വപ്നങ്ങളോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ ആ ജീവിതത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ, പ്രതിസന്ധികളെ അത് ചർച്ച ചെയ്ത് പരിഹരിച്ചും അതിനോട് പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നുള്ളൂ. ഇങ്ങനെ നമ്മുടേതായ രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് തന്നെ സ്വമേധയെ പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ അവിടെ ഫെഡപ്പ് ആവേണ്ടതില്ല, അത് കളയേണ്ടതില്ല, ബന്ധം വേർപെടുത്തേണ്ടതില്ല. പകരം നമുക്കതിനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയാണല്ലോ ഫാമിലി തെറാപ്പിയും റിലേഷൻഷിപ്പ് തെറാപ്പിയും ഒക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും, അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുത്താൽ മാത്രം മതി. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലെന്നുള്ളതാണ് മനഃശാസ്ത്ര കാഴ്ചപ്പാട്. സാർ, അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ് പ്രശ്നം? നമ്മുടെ തലയാണ് പ്രശ്നം. പക്ഷെ തല വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പം തലയ്ക്കകത്ത് ചില ക്രമീകരണങ്ങൾ നടത്തി തലയെ, ദാറ്റ് മീൻസ് നമ്മുടെ ചിന്താരീതികളെ, നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടാകുമ്പോൾ, അതായത് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറാവും. അപ്പോൾ വിവാഹ ജീവിതത്തെ മുൻവിധിയോടെ കാണരുതെന്നാണ് സാറ് പറയുന്നത് അല്ലേ? ഒന്നിനെയും കാണരുത്. വിവാഹ ജീവിതത്തെ മാത്രമല്ല മനഃശാസ്ത്ര സേവനങ്ങളെയും. പലപ്പോഴും മുൻവിധി കൊണ്ടാണ് പലർക്കും അർഹമായ സേവനങ്ങൾ അവരെടുക്കാതെ പോകുന്നത്. അവർക്ക് തന്നെ പല കാര്യങ്ങളും പരിഹരിക്കാനായിട്ട് പറ്റുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതം എത്ര സൂപ്പറാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അത്ര ഉള്ളൂ. നമസ്കാരം. സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഫാമിലി തെറാപ്പിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ വിപിൻ റോൾഡൻ ആണ് നമ്മളോടൊപ്പം എന്നുള്ളത്. വിവാഹ ജീവിതത്തിലെ ചില സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം.